സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളെയും എന്ന പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും PG ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് OPയിലുള്ളത്. അപ്പോൾ ഇന്ന് PG ഡോക്ടർമാരും പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ അവസാന മണിക്കൂറിൽ സർക്കാർ ഇടപെട്ട് അതിൻ്റെ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രതിഷേധം PG ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചലമായി പോയേനെ നമ്മുടെ ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ്. എന്തായാലും 4-ാം ദിവസത്തിലേക്ക് OP ബഹിഷ്കരണം കടന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്ന പരാതിയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. അതിൽ നമ്മോടൊപ്പം ചികിത്സ തേടിയെത്തിയ ആളുകളൊക്കെ തന്നെ ചേരുന്നുണ്ട്. കൈക്ക് പൊട്ടിയിട്ട് കാണുന്നുണ്ട്, അതിനുവേണ്ടി വന്നതാണോ? അതെ, വയർ റിമൂവലിനാണ്. 6 ആഴ്ചയായി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അന്നേരം ഡോക്ടർമാരുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഇന്ന് വന്നതാണ്. പിന്നെ ഇവിടെ എത്തിയവരാണ് അറിയുന്നത് സമരമാണ്, ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കണ്ണൂരിൽ നിന്ന് ഇന്ന് എടുക്കേണ്ട ദിവസമാണല്ലേ? അതെ, ഇത് 6 വീക്കായി. ഇപ്പോൾ ഇന്ന് റിമൂവ് ചെയ്തില്ല, എന്താണെന്ന് അറിയില്ല. ഇനി കൈ പൊട്ടിയതിനെ തുടർന്നിട്ട വയർ അതിന്ന് നീക്കം ചെയ്യാം എന്ന് പറഞ്ഞ ദിവസമാണ്. ഏതായാലും ഡോക്ടർമാരുണ്ടാകുമോ എന്ന് അറിയില്ല എന്ന്, അതായത് കാത്തിരിക്കുകയാണ്. ഏതായാലും ഡോക്ടർമാർ അറിയിച്ചത് പ്രകാരം മുൻകൂട്ടി തീരുമാനിച്ച ശസ്ത്രക്രിയകളൊന്നും തന്നെ നടത്തില്ല എന്നതാണ്. അടിയന്തരമായി വരുന്ന ശസ്ത്രക്രിയകൾ, ഒപ്പം കാഷ്വാലിറ്റി ഉള്ള പരിശോധന അടക്കം മാത്രമാണ് തുടരുക. PG വിദ്യാർത്ഥികളെ സംബന്ധിച്ച് KGMCT ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അധ്യാപനവും മുടങ്ങുകയാണ്. ഒരു 5-6 പോയിന്റ്സ് നമ്മൾ ഗവൺമെൻറ്റിനോട് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കാതെ നമ്മളിനി പിന്നോട്ടില്ല. സമരം ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് പൊതുജനം ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാൻ ഇനിയും ബുദ്ധിമുട്ടാതെ ഈ ആരോഗ്യമേഖല തകർച്ചയിലേക്ക് പോകാതിരിക്കാൻ കൂടിയുള്ള ഒരു സമരമാണ്. നമ്മളിപ്പം എലക്റ്റീവായിട്ടുള്ള സർജറി എന്ന് വെച്ചാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള സർജറീസും പിന്നെ അങ്ങനെയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സുമാണ് നിർത്തിയിരിക്കുന്നത്. ബാക്കി എല്ലാ സേവനങ്ങൾക്ക് രോഗികൾക്ക് കിട്ടേണ്ട കാഷ്വാലിറ്റി സർവീസ്, ലേബർ റൂം, ICU, പിന്നെ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾക്കുള്ള സേവനങ്ങൾ, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലുള്ള സമരമാണ് ഇതുവരെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. OPയിൽ PGs ആണ് ഉണ്ടാവുക. മുതിർന്ന ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ ഒരാഴ്ചയായിട്ട്, തിങ്കളാഴ്ച തൊട്ട് OPയിൽ ലഭ്യമല്ല. ചർച്ചകളൊന്നും നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ബുധനാഴ്ച ഇന്ന് നമ്മൾ എലക്റ്റീവായിട്ടുള്ള സർജറികൾ കൂടി നമ്മൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മുടെ സർക്കാർ ഇതിൽ നല്ല സജീവമായി ഇതിൽ ഇടപെടുകയും നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത് ഒത്തുതീർപ്പാക്കുകയും പരിഹരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. രോഗികളെയും കൂട്ടിരിപ്പുകാരെയൊക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം സർക്കാർ തലത്തിലുള്ള അടിയന്തര ഇടപെടൽ വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ജൂലൈയിലാണ് ഇത്തരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാർ ആദ്യമേ സമരത്തിലേക്ക് വന്നത്. അന്ന് തുടർച്ചയായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പിന്നീട് ഒരു ഇടവേള എടുക്കുകയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതലാണ് OP ബഹിഷ്കരണത്തിലേക്ക് കൂടി പോയിട്ടുള്ളത്.